സത്താറെ ഇജ്ജ് കണ്ടാ? ഇല്ല, ഇജ്ജ് കാട്ടിക്ക. എന്നാ കണ്ടാ? വളരെ നന്നായിട്ടുണ്ട്. നിങ്ങളുടെ ഓണർ എവിടെ? ഇതാര് ലീലാമേ? ഇതുവരെ നീ എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ അത് നിന്നോട് പറഞ്ഞിട്ടുമില്ല. നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. ഇപ്പൊ അതിനുള്ള സമയമായി. ഈ മസാല പടങ്ങളിൽ നായകന്മാരെ അവതരിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? അവതാരപ്രവികളുടെ തേങ്ങാക്കൊല ഉൾക്കൊണ്ട് പൊങ്ങി വരാൻ പോകുന്ന ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. കാടിനെ ഭരിക്കുന്ന ആ രാജാവിന്റെ പേര് സിംഹം. ഈ കക്ഷി ആരാ? നല്ല മനസ്സുണ്ടെങ്കിൽ, ആ സിംഹം ഒരു മനുഷ്യനാണെങ്കിൽ, അതാ നിന്റെ അച്ഛൻ. മാസ് ഹീറോ എൻട്രി ആയിട്ടുണ്ട്. ഇനി വില്ലന്മാർ ക്ലോസ്, ഫാൻസിന് വിസിൽ. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാം. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ചാടിയത് കൊണ്ട് രക്ഷപ്പെട്ട്. എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത? അർത്ഥം പറയടാ. അർത്ഥം പറയട്ടെ. ഒരു മാറ്റമില്ലല്ലോ. എന്ത് ചോദ്യ സാറേ ഇത്? സുരേഷ് ഗോപിയുടെ പടത്തിൽ തോക്കുണ്ടോന്ന് ചോദിക്കുന്ന പോലെ. എങ്ങനെയുണ്ട്? ഗംഭീരായിട്ടുണ്ട്. ബാഹുബലി. ബാഹുബലി. குமார் சொல்லுங்க, யார் இவரு? അടച്ചുപിടി. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു? നിനക്ക് പേടിയുണ്ടോ? എവര് പേടിക്കും? എന്നാ പേടിക്കാൻ വരട്ടെ. പേടിക്കാനുള്ളത് വരുന്നേ ഉള്ളൂ. എന്ത്? സ്വാഭാവികം. ജയ്, ഡബിളാ? ഡബിള്? അച്ഛാ, അച്ഛാ. ഒടുവിൽ അവരൊന്നിക്കുകയാണ്. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്. ഒരു വമ്പൻ ട്വിസ്റ്റ്. എന്നാച്ചേ? ഷോക്കാമ. ആരടാ നിന്റെ മോള്? ആരടാ എന്റെ ചേട്ടൻ? സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. എടാ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? എന്റെ ഗതിയോ ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം. അവളെന്റെ അനിയത്തിയാടാ. അവൾ എന്നെ വീണ്ടും ഏട്ടാന്ന് വിളിച്ചു. എന്റെ ഈ ശരീരം എന്റെ രായലസീമയുടെയാ. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. എന്നപ്പോ മുതൽ തെക്ക് വടക്ക് കിടന്ന് തല്ലുണ്ടാക്കി സമയം കളയുക. ഇനി കഥയിലേക്ക് കിടക്കാം. 60 വയസ്സാനാലും சிங்கம் தான். என்ன அது? சிங்கம். நன்னா இருக்கு.
മോനെ എങ്ങനെ സഹിക്കുന്നപ്പാ? അടിച്ചു അറിഞ്ഞില്ല. അതവന്റെ അല്ല. ആയിക്കോട്ടെ. എന്താ ഇയാള് പറയുന്നത്? തമ്പുരാനറിയാം. എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്നറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാ മോനെ. ചത്തോ? എന്നെ കൊതിപ്പിക്കരുതേ ഭഗവാനെ. അത് ശരി, ചത്തില്ലായിരുന്നോ? ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. ഉണ്ണിക്കഥകളുണ്ട് സാർ. ഞാൻ പോറേ. ആനാ പാപ്പോ വീണ്ടും വീണ്ടും പാപ്പോ. നിന്റെ കയ്യിൽ ഒരു ഇടിവിട്ട് കേസ് വന്ന് വീണിട്ടുണ്ടെന്ന് കേട്ടു. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്താ ഇത്? ഈ വൃത്തികെട്ട കൈകൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പറ്റിച്ചല്ലോ, നമ്മളെ ബാലകൃഷ്ണനല്ലേ? ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ. നമ്മളിവരുണ്ടാ ഫ്രീ. അപ്പൊ നടക്കട്ടെ. നല്ല ഈടിവെട്ടായി. താനെന്തീ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? എന്തൊക്കെ ജാതി ഹോബികളല്ലേ മനുഷ്യർക്ക്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കും. എന്റെ മുടുക്കര അമ്മജി ഇതെന്തൊരു ജമ്മം. തീർന്നടാ, നീയൊക്കെ തീർന്നടാ. തീർന്നോ? കുഞ്ഞമ്മേന്നായിരിക്കും. എത്രയോ കേട്ടു മടുത്തു ഞാൻ. ഹലോ ആന്റി ആന്റി. എല്ലാത്തിനും ഒരു അതിരുണ്ടാ. ഗതി കേട്ടാ നിന്നെയും കൊല്ലും, ഞാനും ചാവും. കൊണ്ടാവും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഭയങ്കര ഈ അമ്മാവനൊരു മാറ്റം. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. 99. സ്വാഭാവികം. ചേട്ടാ, മാർക്കറ്റിൽ ഈ ഗൺ യൂസ് ചെയ്ത എല്ലാവർക്കും വലിയ പേര് കിട്ടി. എന്നാ നിങ്ങൾ ഇത് യൂസ് ചെയ്ത ഈ ഗണ്ണിന് വലിയൊരു പേര് കിട്ടും. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഒരു ത്രില്ലില്ല. ശുക്ലാജി, മാർക്കറ്റ് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതിലും കൂടിയ ശബ്ദമാ. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ദൈവമേ, ഇതെന്താണ്? പുതിയതാ? കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ?